ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഒരു സെക്കൻഡ്, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമുക്കറിയാം, അതായത് സെൻട്രൽ ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ്. എന്താണ്? പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുക. അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിന് പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ് റിപ്പോയാണ്, റീപർച്ചേസിങ് ഓപ്ഷൻ എന്ന് പറയും. സെൻട്രൽ ബാങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പൈസ കൊടുത്തിട്ട് സെക്യൂരിറ്റീസ് കൊടുത്തിട്ട് പകരം പൈസ മേടിക്കുന്ന ഒരു പ്രോഗ്രാമാണ് റിപ്പോ. അതിന് RBI ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് ഓവർനൈറ്റ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഓവർനൈറ്റ് ലോൺ. അതിങ്ങനെ RBI ഫിക്സ് ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ 5.75%. മനസ്സിലായല്ലോ? ഇത് RBI ഫിക്സ് ചെയ്യും. ഇനി ഇക്കോണമിയിൽ ഇങ്ങനെ ഇൻഫ്ലേഷൻ വരുവാന്ന് വിചാരിച്ചു. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി RBIയുടെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. നമ്മൾ പറഞ്ഞാണത്. RBIയുടെ 3 മെമ്പേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ 3 മെമ്പേഴ്സും കൂടി മീറ്റ് ചെയ്തിട്ട് ഈ റിപ്പോ റേറ്റ് കൂട്ടും, 6% കൂട്ടും. 6% കൂട്ടുമ്പോൾ എന്ത് ചെയ്യണമല്ലോ? ബാങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ കൺസംഷൻ കുറയും, ലോൺ എടുക്കുന്ന കുറയും, കൺസംഷൻ കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, ഡിമാൻഡ് കുറയും, പ്രൈസ് ലെവൽ കുറയും. ഇങ്ങനെയാണ് ആ കാര്യങ്ങളിലൊരു പോക്ക്. അപ്പം ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് RBI എൻഷുർ ചെയ്യുന്ന പല മെക്കാനിസംസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ RBI പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നത്? അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കറൻസി എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? കറൻസി സപ്ലൈ ചെയ്യുന്നതിനൊക്കെ ഒരു റൂളുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഇതിന് മുമ്പ് കണ്ടാണ്. അപ്പോൾ അതിനകത്ത് RBI വിചാരിക്കുക അടുത്ത കൊല്ലം ഇക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് 6% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മണി സപ്ലൈ 6% കൂട്ടണം. ഇനി 4% ഇൻഫ്ലേഷൻ നല്ലതാണ്. അപ്പോൾ ഈ 6ൻ്റെ 4% എടുക്കും. 6ൻ്റെ 4% 0.24 0.24 ആയിരിക്കും അല്ലേ? അപ്പോൾ 6.24% കണ്ട് മണി സപ്ലൈ കൂട്ടും. ഇങ്ങനെ ഒരു കീഴ്വഴക്കങ്ങളുണ്ട് RBI മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരു കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ഏത് രീതിയിൽ ഇൻഫ്ലേഷനെ RBIക്ക് കൗണ്ടർ ചെയ്യാം അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യവസ്ഥിതികൾ അല്ലെങ്കിൽ പല മെക്കാനിസംസ് സെൻട്രൽ ബാങ്ക് പണ്ട് തൊട്ടേ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? മോണിറ്ററി ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. എന്താണ് മോണിറ്ററി ടാർഗറ്റിംഗ്? നമ്മളൊക്കെ തന്നെ സെൻട്രൽ ബാങ്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മോണിറ്ററി ടാർഗറ്റിംഗ്. മോണിറ്ററി ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ RBI ഇങ്ങനെ എത്ര ശതമാനം മണി സപ്ലൈ കൂട്ടണമെന്നതിനെക്കുറിച്ച് ഒരു ടാർഗറ്റ് വെക്കുകയാണ്. അവിടെ എന്നാണെന്നറിയാം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ അതേ എക്സാമ്പിൾ ഒന്നും എടുക്കാം. അടുത്ത കൊല്ലം ഇക്കോണമി 6% ഗ്രോത്ത് റേറ്റ് കൈവരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ 6% ഗ്രോത്ത് റേറ്റ്, ഇപ്പോൾ ഞാൻ 6.24 അല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറയാം. അപ്പോൾ 6% ഇൻഫ്ലേഷൻ, 6%. അപ്പോൾ ഇക്കോണമിക് ഗ്രോത്ത്, അപ്പോൾ 6% ഗ്രോത്ത് ഉണ്ടെങ്കിൽ 6% ഗുഡ്സ് ആൻഡ് സർവീസ് പുതുതായിട്ട് വന്നു. അപ്പോൾ 6% ഗുഡ്സ് ആൻഡ് സർവീസ് പുതുതായിട്ട് വന്നെങ്കിൽ 6% കൊണ്ട് മണി സപ്ലൈയും കൂട്ടണം. മണി സപ്ലൈ എത്ര കൂട്ടണം? 6% കൊണ്ട് കൂട്ടിയാൽ പോരാ. നമ്മൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മാക്രോ എക്കണോമിക്സിനകത്ത് ഫ്രീഡ്മാൻ പറഞ്ഞു, നിങ്ങൾക്ക് 100 രൂപയാണ് വരുമാനമെങ്കിൽ കൂടിയതെങ്കിൽ 200 രൂപയുടെ ആവശ്യങ്ങളുണ്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 200 രൂപ കൊണ്ട് മണി സപ്ലൈ കൂട്ടണം. ഇൻകം എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ആസ് എ വാല്യൂ ഓഫ് 1.9. ഫ്രീഡ്മാൻ്റെ തീയതി നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാൽ ഇതാണ് ഫ്രീഡ്മാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം ആളുകളുടെ ഇൻകം 100 രൂപ കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ മണി സപ്ലൈ 190 രൂപ കൊണ്ട് കൂട്ടണം. ഇതാണ് പറയുന്നത്. ഓക്കെ, പിടിയിട്ടില്ല. അപ്പോൾ 190 രൂപ കൊണ്ട് പുതിയ കറൻസി ഇഷ്യൂ എന്നല്ല, ഈ കറൻസി ഇഷ്യൂ കഴിഞ്ഞാൽ ബാങ്കിലും ഉണ്ട്, പിന്നെ പല മൾട്ടിപ്പിളായിട്ട് മണി സപ്ലൈ കൂട്ടുമല്ലോ. അതാണ് അൾട്ടിമേറ്റ്ലി 190 തന്നെ. അപ്പോൾ നമ്മളും ശ്രദ്ധിക്കുക, 190 കൊണ്ട് മണി സപ്ലൈ കൂട്ടണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിലേ, ഇപ്പോൾ നമ്മൾ 6% ആണെങ്കിൽ 12% കൊണ്ട് എന്ത് കൂട്ടണം? മണി സപ്ലൈ കൂട്ടണം 12%. പിന്നെ ഒരു 4% ഇൻഫ്ലേഷൻ നല്ല എന്ന് പറഞ്ഞു, 0.48 12.48% മണി സപ്ലൈ കൂട്ടണം. അങ്ങനെ 12.48% മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടേ ഇത് മൊത്തമുള്ള മണി സപ്ലൈ, ബ്രോഡ് മണി എന്നൊക്കെ പറയും, ഭയങ്കര കൂടിയ മണി. അത് നമ്മളിപ്പോൾ നോക്കണ്ട, ബാങ്കിരിക്കുന്ന ഡെപ്പോസിറ്റ് എല്ലാം കൂടെ കൂട്ടുക. അടിസ്ഥാനപരമായി പ്രിൻറ്റ് ചെയ്ത കറൻസി എത്രമാത്രം കൂട്ടണം? അത് ഇതിൻ്റെ ഒരു 5-1 4 കുറച്ച് എന്ന് പറഞ്ഞാൽ എത്ര? 3.5% കണ്ട മണി സപ്ലൈ പ്രിൻറ്റ് ചെയ്ത കറൻസി കൂട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ മണി സപ്ലൈ കൂട്ടുന്നതിനുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യകാലത്ത് സെൻട്രൽ ബാങ്കിനുണ്ടായിരുന്നു. അതിന് പറയുന്നത് വരാം മോണിറ്ററി ടാർഗറ്റ്. ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് മണി സപ്ലൈ ആണ്. എന്തിനാണ്? മണി സപ്ലൈ ആണ്. മണി സപ്ലൈ പിടിയിട്ടില്ല, മണി സപ്ലൈ. ഇതൊക്കെ പ്രായോഗിക ആംഗിൾ പറയുന്നു കേട്ടോ. പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പുസ്തകം പലതും നമ്മളോട് പറഞ്ഞു തരുമല്ലോ. പക്ഷേ അവസാനം നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുകയല്ലോ. നമ്മൾ ഗൂഗിൾ ചെയ്യും, അതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി കാട് പോലെ കിടക്കും, അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാനും ഭയങ്കര പാടാണ്.
അപ്പോൾ അതുകൊണ്ട് പ്രായോഗികമായിട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതിനുള്ള ആൻസർ ആ രീതിയിലാണ് ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ മോണിറ്ററി ടാർഗറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ, പ്രൈസ് സ്റ്റെബിലിറ്റിയും പ്രൈസിനെയും മണി സപ്ലൈ കുറിച്ചുള്ള ഒരു സിസ്റ്റമാണ്. RBI ഒരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കെപ്പോഴും മനസ്സിൽ വരുന്നിട്ടില്ല എങ്ങനെയാണ് ഈ സെൻട്രൽ ബാങ്ക് ഇങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ ഈ സിസ്റ്റത്തിലേക്ക് ഒഴുക്കി വിടുന്നത്, എന്തിൻ്റെ ബേസിലാണെന്ന് നമ്മൾ വിചാരിച്ചില്ലേ, അത് ഇതിൻ്റെ ബേസിലായിരുന്നു. പിന്നെ RBI ഉണ്ടല്ലോ, ഈ RBIക്ക് മനസ്സിലായി, അതായത് ഇക്കോണമി മണി സപ്ലൈ മാത്രം ടാർഗറ്റ് ചെയ്യുക കാര്യമില്ല, ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് ടാർഗറ്റ് ചെയ്യണം, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ടാർഗറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സെൻട്രൽ ബാങ്കിനെ ടാർഗറ്റ് ചെയ്യാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് പലതുണ്ട്, ടോട്ടൽ മണി സപ്ലൈ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് RBI ഈ മോണിറ്ററി ടാർഗറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ടാർഗറ്റിങ് ഒരു 1998 ആയിരിക്കും ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ട് മാറി? മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ അപ്രോച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ച്, മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ, ശരിയല്ലേ, ഇൻഡിക്കേറ്റർ അപ്രോച്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ RBI ടാർഗറ്റ് ചെയ്യും. മനസ്സിലായാലോ? അപ്പോൾ അങ്ങനെ മോണിറ്ററി പോളിസിയുടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി കുറേ കൂടെ മുമ്പിൽ പോയപ്പോൾ RBIക്ക് ഒരു കാര്യം കൂടി കിട്ടി. അതായത് RBIക്ക് ഇങ്ങനെ എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. മണി സപ്ലൈയും ലിക്വിഡിറ്റിയും ഇൻട്രസ്റ്റ് റേറ്റിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിനിടയ്ക്ക് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പല ഇൻഡിക്കേറ്ററിനെ ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പകരം RBI ഒരു സെൻട്രൽ ബാങ്കിന് അതിൻ്റെ റോള് പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കുക. അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ റോളെങ്കിൽ RBI ഇൻഫ്ലേഷനെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. ഇൻഫ്ലേഷനെ മാത്രം, വേറെ എല്ലാ ഒബ്ജക്റ്റീവ്സും സബ്സിഡറി ഒബ്ജക്റ്റീവ്. എന്നിട്ട് അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് വെക്കണം. അപ്പോൾ ആ ടാർഗറ്റ് ഒരു 4% ടാർഗറ്റ് വെക്കുക. ആ ഇൻഫ്ലേഷൻ്റെ ടാർഗറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ടൂൾ അല്ലെങ്കിൽ വെപ്പൺ ഉപയോഗിക്കുക. അതാണ് റിപ്പോ റേറ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോ റേറ്റ് ഉപയോഗിക്കുന്ന ഒരു പുതിയ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതിന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചതൊന്നുമല്ല, ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും എല്ലാമൊന്നുമല്ല, ഏകദേശം എല്ലാ ഡെവലപ്ഡ് കൺട്രീസ് സെൻട്രൽ ബാങ്ക് ഫോളോ ചെയ്യുന്ന മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷൻ പ്രൊസീജിയറാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. അത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ വിപ്ലവകരമായ തീരുമാനമായിരുന്നു. 2016 ഇംപ്ലിമെൻറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു മോണിറ്ററി പോളിസി ഫ്രെയിം വർക്കാണ്. MPF നമ്മൾ അതിനെ പറയും. ഈ മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് സെൻട്രൽ ബാങ്കും ഗവൺമെൻറ്റും തമ്മിലുള്ള എഗ്രിമെൻറ്റ്സും പ്രൊസീജിയേഴ്സുമാണ് ഈ മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതിലൊരു ഫ്രെയിം വർക്കാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ മണി സപ്ലൈ കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്, ശരിയല്ലേ? അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള പോളിസി എടുക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഈ സെൻട്രൽ ബാങ്കിന് ഗവൺമെൻറ്റിനോടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ഗവൺമെൻറ് പറയുന്നത് കേൾക്കണോ? മറ്റു പല ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കുക, നീതി ആയോഗ്, എല്ലാം ഗവൺമെൻറ് കീഴിലാണ്. പക്ഷേ ഈ സെൻട്രൽ ബാങ്ക് മാത്രം ഗവൺമെൻറ് കീഴിലാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഇച്ചിരി ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്, സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഗവർണർ പോലും ഒരു പക്ഷേ നമ്മുടെ ബ്യൂറോക്രസിയിൽ നിന്ന് വരുന്നതല്ലായിരിക്കും, അയാൾ പുറത്തുനിന്ന് വരുന്ന ഇക്കോണമിസ്റ്റ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡിൽ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ദ പ്രൊസീജിയർ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി കോൺസെപ്റ്റ് ഓഫ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? സെൻട്രൽ ബാങ്കും ഗവൺമെൻറ്റും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിച്ചേരുക. ഇത്രയായിരിക്കണം നിങ്ങൾ മണി സപ്ലൈ എക്സ്പ്ലാൻമെൻറ്റിൻ്റെ, അതിനേക്കാൾ ഉപരി ഇത്രയായിരിക്കണം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ. അതിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ വെപ്പൺ ഉപയോഗിച്ചിട്ട് അതിനെ തിരിച്ച് 4ലേക്ക് കൊണ്ടുവരണം. പിന്നെ ഭയങ്കരമായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് RBI ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതാണ് മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി ഫ്രെയിം വർക്കിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ഇപ്പോഴത്തെ മോണിറ്ററി പോളിസി ഫ്രെയിം വർക്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക് എന്നുള്ളത്. നമുക്കൊരു ഡെഫിനേഷൻ എവിടെയെങ്കിലും കാണാം. അതുണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ട് തുടങ്ങാം. ഓക്കെ, വാട്ട് ഈസ് മോണിറ്ററി? അതിനും ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. എന്താണ് മോണിറ്ററി പോളിസി ഫ്രെയിം വർക്ക് എന്ന് ആദ്യം പറയാം. delete. Okay, what is monetary policy framework? The monetary policy framework refers to the procedural and institutional arrangement behind monetary policy design and its implementation. മനസ്സിലായല്ലോ? അപ്പം മോണിറ്ററി പോളിസി ഡിസൈനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പുറകിലുള്ള പ്രൊസീജിയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. According to McNeice, a monetary policy framework comprises the institutional arrangement under which monetary policy decisions are made and executed. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് അതിനർത്ഥം.
അപ്പോൾ RBI സെൻട്രൽ ബാങ്കും അവർ തമ്മിലുള്ള ധാരണയാണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ള. മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ദസ് ഈസ് ദ പ്രൊസീജിയർ വേ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. മനസ്സിലായല്ലോ? മോണിറ്ററി പോളിസി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അവിടെ സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ്റിനോട് എങ്ങനെ അക്കൗണ്ടബിൾ ആയിരിക്കണം, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രൊസീജിയർ അറേഞ്ച്മെൻറ്റാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കാരണം സിസ്റ്റത്തിൽ, ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ മാറ്റം വരും, ഇക്കണോമിക് സിറ്റുവേഷൻസ് മാറി വരും, ഗ്ലോബലൈസേഷൻ ഫാക്ടേഴ്സൊക്കെ മാറി വരും. അതുകൊണ്ട് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് മാറും. ഇന്ത്യയിൽ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് മാറുമെന്ന് RBI ഭയങ്കരമായിട്ട് ചിന്തിച്ചു. RBIയുടെ ഒരു ഡെപ്യൂട്ടി ഗവർണറായിരുന്നു ദീപക് മൊഹന്തി എന്ന് പറഞ്ഞാൽ, അത് ഭയങ്കര മിടുക്കനായിരുന്നു. അപ്പോൾ അദ്ദേഹം RBIയുടെ ഗവർണർഷിപ്പ് അർഹിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഇന്ത്യയെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി സജഷൻസ് അദ്ദേഹം കൊടുത്തു. അതിനുശേഷം അതിനുശേഷം ഉർജിത് പട്ടേൽ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിക്ക് മുമ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഒന്ന്, മോണിറ്ററി ടാർഗറ്റിംഗ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു മോണിറ്ററി ടാർഗറ്റിംഗ് എന്താണെന്ന് കണ്ടു 1980s തൊട്ട് 1998. ഈ 1988 2060 വരെ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ അപ്രോച്ച്. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ്. അത് ഈ 2016 തൊട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുക മോണിറ്ററി ടാർഗറ്റിംഗ് എന്നാ നമ്മൾ പഠിക്കുന്നില്ല. ഒരു സെക്കൻഡ്. ഇനി പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമുക്ക് മോണിറ്ററി ടാർഗറ്റിംഗ് അല്ല, നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് തീരുമാനിച്ച് ഈ മോണിറ്ററി ടാർഗറ്റിംഗ് പഠിക്കേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കുന്നില്ല. അതിന് പകരം ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വൺ ഓഫ് ദി മെയിൻ മോണിറ്ററി പോളിസി റിഫോംസ് ഇംപ്ലിമെൻറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഡിക്കേഡ് വാസ് ദി adoption of flexible inflation target monetary policy framework. It changed the way of implementation of monetary policy by bringing coordination between the government and the central bank. Okay, in the governance of monetary policy, the basic feature of inflation target is that it is a monetary policy framework that is different from the various monetary policy framework from earlier monetary policy frameworks. ഓക്കെ, ഇനി നമുക്ക് എന്നാ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എന്നാ നമ്മൾ പഠിച്ചു. നേരത്തെ എന്തുകൊണ്ടാണ് അത് എപ്പോഴും ഇങ്ങനെ ഫ്രെയിംവർക്ക് മാറ്റിയിട്ട് എപ്പോഴും അല്ല ഒരു 10-15 വർഷം മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. നേരത്തെയുള്ള എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ കൊണ്ടുവരുന്നത്? അറേഞ്ച്മെൻറ്റ്സ്, എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ നടത്തണം ഇൻഫ്ലേഷൻ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. ഒന്ന്, RBIയുടെ ആക്ട് അമെൻഡ് ചെയ്യണം. ഗവൺമെൻറ്റും RBIയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തിച്ചേരണം. 4% ഇൻഫ്ലേഷനാണ് നല്ലത് എന്ന് ഗവൺമെൻറ് RBIയോട് പറയണം. എന്നിട്ട് RBI അത് ഫോളോ ചെയ്യണം. ക്രിയേഷൻ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി, ഒരു പുതിയ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞ് ഈ 4% ഇൻഫ്ലേഷൻ ടാർഗറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയുടെ പോളിസി എപ്പോഴും ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം. അതാണ് നമ്മൾ മോണിറ്ററി പോളിസി കമ്മിറ്റി. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ RBIയുടെ ഗവർണിംഗ് ഗവർണിംഗ് എൻറ്റിറ്റിയാണ്. മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ന്യൂ റെജീം, പുതിയ റെജീം എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നൊക്കെ ഈ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെയാണ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിലുള്ളത്. ഇന്ത്യ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് കൊണ്ടുവന്നത് ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ശേഷമാണ്. ഓക്കെ, അദ്ദേഹം അന്ന് ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് മാറ്റണം, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വേണം എന്ന് പറയും. ഇനി എന്താണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്? ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എന്താണ്? സാധാരണ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. അവിടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന് ഒരേ ഒരു ജോലി ഉള്ളായിരിക്കും, പ്രൈസ് സ്റ്റെബിലിറ്റി. ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉള്ളായിരിക്കും, റിപ്പോ. ഒരേ ഒരു ടാർഗറ്റ് ഉള്ളായിരിക്കും, ഇൻഫ്ലേഷൻ. അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സെൻട്രൽ ബാങ്ക് ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ടാർഗറ്റ്, ഒരു ഒബ്ജക്റ്റീവ് ഫോളോ ചെയ്യുന്ന മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക്. മനസ്സിലായാലോ? അവിടെ സിംഗിൾ ടാർഗറ്റ്, സിംഗിൾ ഇൻസ്ട്രുമെൻറ്റ്, സിംഗിൾ ഒബ്ജക്റ്റീവ്. അതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ പ്രത്യേകത. പക്ഷേ ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്രോത്തും കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട്, പ്രൈസ് ഇക്കണോമിക് ഗ്രോത്തും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, so inflation targeting as a monetary policy framework sets a target for inflation rate and achieve the target using its key policy rate, that is repo. ഓക്കെ, അപ്പോൾ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് വെക്കും, എന്നിട്ട് ആ ടാർഗറ്റ് റിലീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? റിപ്പോ എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യും. അതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി. ഇനി ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസി പറ്റിക്ക് RBIയും ഗവൺമെൻറ്റും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തിച്ചേർന്നു. പിന്നെ ഇപ്പോൾ ഒരു RBIയുടെ ആക്ട് അമെൻഡ് ചെയ്തു. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെടാന്ന് പറഞ്ഞിട്ട് RBI ഇൻഫ്ലേഷൻ ടാർഗറ്റ്, ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റ്, ഒരു വർഷം ഒരു ടാർഗറ്റ് വെക്കണം 4%, അത് 2%ത്തിലേക്ക് വേണമെങ്കിൽ കുറയാം, 6%ത്തിലേക്ക് വേണമെങ്കിൽ കൂടാം. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലെക്സിബിളായിട്ട് ഈ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. 6% കൂടിക്കഴിഞ്ഞാൽ RBI ഭയങ്കരമായിട്ട് മെഷേഴ്സ് എടുക്കണം, 2% കുറഞ്ഞു കഴിഞ്ഞാൽ RBI ഭയങ്കര മെഷർ എടുക്കണം. ഇതിന് പറയുന്ന ഫ്ലെക്സിബിൾ
ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർജറ്റ്. മനസ്സിലായല്ലോ. ഇനി ഇന്ത്യയിലെ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർജറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇൻഫ്ലേഷൻ ടാർജറ്റിങ്ങിലെ ഫ്ലെക്സിബിൾ ടാർജറ്റ് ദർ ഈസ് ആൻ ആനുവൽ ഇൻഫ്ലേഷൻ ടാർജറ്റ് സെറ്റ് ബൈ ദി ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി RBI. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയാം, ഈ ഇൻഫ്ലേഷൻ ടാർജറ്റ് സെറ്റ് ചെയ്യുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അന്നേരം ആരെ കൺസൾട്ട് ചെയ്യും? RBI കൺസൾട്ട് ചെയ്യും. ഓക്കെ, ദ ലീഗൽ പ്രൊവിഷൻ മെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഫോർ ഡിഫൈനിങ് ദി ടാർജറ്റ് ഇൻഫ്ലേഷൻ. അപ്പോൾ RBI ഗവൺമെൻറ് RBIയുടെ ആക്ട് പ്രകാരം എന്ത് ചെയ്യും? ഈ ടാർജറ്റിനെ സെറ്റ് ചെയ്യും. ദർ ആർ സം ഫ്ലെക്സിബിലിറ്റീസ് ഇൻ ലോവർ ആൻഡ് അപ്പർ, ലോവർ 2 ഇങ്ങനെ ലോവർ 2 അപ്പർ 6 ടാർജറ്റ് 4. മനസ്സിലായാലോ? 2% കൂടുക കുറയാം, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പ്ലനേഷൻ ടു ദി ഗവൺമെൻറ് വെൻ ദി ടാർജറ്റ് ഈസ് നോട്ട് മെറ്റ് ആൻഡ് കറക്റ്റീവ് പ്രൊസീജിയേഴ്സ് വെൻ ആക്ച്വൽ ഇൻഫ്ലേഷൻ ഗോസ് അവേ ഫ്രം ദി ടാർജറ്റ്. ഓക്കെ, അപ്പം ഇപ്പം ഈ 2% കുറഞ്ഞാൽ, തീർച്ചയായിട്ട് കുറഞ്ഞാൽ 3 ക്വാർട്ടേഴ്സിലാണ്, 3 ക്വാർട്ടേഴ്സിന് 9 മാസമാണ്. 9 മാസം തീർച്ചയായിട്ട് 2% കുറയുമോ, 9 മാസം തീർച്ചയായിട്ട് 6% കൂടുകയോ ചെയ്താൽ ഇൻഫ്ലേഷൻ കൂടും. RBI ഗവൺമെൻറ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, പിന്നെ ഒത്തിരി മെഷേഴ്സ് നടപ്പിലാക്കണം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി 4-ലോട്ട്. ദാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഓഫ് MPC, മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി. എന്തിനാ? മോണിറ്ററി പോളിസി അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു കമ്മിറ്റി ക്രിയേറ്റ്. ഈ കമ്മിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഇൻഫ്ലേഷനെ 4% നിലനിർത്താനാണ് ഈ മോണിറ്ററി പോളിസിയുടെ ഈ MPCയുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മൾ കണ്ടു ഇന്ത്യയിൽ ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർജറ്റ് വന്നു. അതിന് പ്രകാരം എന്തായിരിക്കും? ഗവൺമെൻറ് RBIയുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഇൻഫ്ലേഷൻ ടാർജറ്റ് സെറ്റ് ചെയ്യും. എല്ലാ 5 വർഷവും 2016, 2021 1, അത് 4% വെച്ചു. സെയിം സംഭവം 2021, 2026 RBI ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്, പുതിയ അമെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 4% ആയിരിക്കും ടാർജറ്റ്, 2% കുറയാം, 6%ലേക്ക് കൂടാം. ഓക്കെ, പിന്നെ ഇൻഫ്ലേഷൻ ടാർജറ്റ് CPI ഇൻഫ്ലേഷൻ്റെ ബേസിലായിരിക്കും. ഇനി ഇത് ഗസറ്റ് നോട്ടിഫൈ ചെയ്യും. ഓക്കെ, ഇൻഫ്ലേഷൻ ടാർജറ്റ് 4% അപ്പർ ടോളറൻസ്, 6% ലോവർ ഇൻഫ്ലേഷൻ 2%. റിപ്പോയാണ് പോളിസി റേറ്റ് എന്ന് പറഞ്ഞാൽ റീപർച്ചേസിങ് ഓപ്ഷൻ, അത് കൂട്ടോ കുറയ്ക്കോ മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയ്യാം. ഓക്കെ, എല്ലാ 5 വർഷത്തിലൊരിക്കൽ. ഒരു സെക്കൻഡേ പോരാവേ. ഓക്കെ, സോ റിപ്പോ ആയിരിക്കും പോളിസി റേറ്റ്, ടൈം പീരീഡ് 5 വർഷമായിരിക്കും. അപ്പോൾ അടുത്തത് മാർച്ച് 26 അടുത്ത ടൈം പീരീഡ് 2021, 2026 നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഓക്കെ ടാർജറ്റ് ഫെയിൽ ചെയ്യും 6% മുകളിലോ 6% മുകളിൽ 2% താഴെ തുടർച്ചയായിട്ട് 3 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ ഇൻഫ്ലേഷൻ നിന്നാൽ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു കാര്യം പോലും ഇതില്ല. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ടാർജറ്റ് 2016 തൊട്ട് ഇപ്പോൾ ഇന്ന് വരെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. അതിങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. റിപ്പോ റേറ്റ് കൂട്ടണോ കുറയ്ക്കുന്നത് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി. അതിൻ്റെ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഗവർണിംഗ് ബോഡി ഓഫ് ദി മോണിറ്ററി പോളിസി ഡിസിഷൻസ്. ഓക്കെ, ഇനി അതിൻ്റെ RBIയുടെ 3 മെമ്പേഴ്സ് ഉണ്ടാകും, ഗവൺമെൻറ്റിൻ്റെ 3 മെമ്പേഴ്സ് ഉണ്ടാകും, ഗവർണർ ആയിരിക്കും അതിൻ്റെ ചെയർമാൻ. ഗവർണർക്ക് അതിൻ്റെ കാസ്റ്റിംഗ് വോട്ടുണ്ട്. അപ്പം 3 എന്നായിക്കഴിഞ്ഞാൽ 3 പേര് പറയാം കുറയ്ക്കണം റിപ്പോ റേറ്റ്, 3 പേര് പറയാം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ ഗവർണർ പറയുന്നത് നടപ്പിലാകും. അതാണ് കാസ്റ്റിംഗ് വോട്ടിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിതിന് പ്രധാനമായിട്ടും പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കണ്ടതാണ്. ക്രിറ്റിസിസം നമ്മൾ നോക്കണ്ട. ഇൻഫ്ലേഷൻ ടാർജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അത് ഗ്രോത്തിനെ കുറയ്ക്കുമെന്നുള്ളതാണ്. ഒരൊറ്റ ടാർജറ്റേ ഉള്ളൂ പ്രധാനമായിട്ട്. ഇന്ത്യ പക്ഷേ ഇക്കണോമിക് ഗ്രോത്തും കൂടെ ഒരു ടാർജറ്റാണ് ഇന്ത്യയിൽ. ഓക്കെ, ഓക്കെ മക്കളെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് ഇതിൻ്റെ ഒരു ക്രിറ്റിസിസം. ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഇൻഫ്ലേഷനെ മാത്രം ടാർജറ്റ് ചെയ്യുക. അത് പരമ്പരാഗതമായിട്ടുള്ളൊരു ക്രിറ്റിസിസമാണ്. പക്ഷേ ഇന്ത്യയിൽ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ പിന്നെയും ഭേദമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്ത്യയിൽ ഈ മോണിറ്ററി പോളിസി ടാർജറ്റിൽ ഇൻഫ്ലേഷൻ ടാർജറ്റിംഗ് ഫ്രെയിംവർക്കിൽ ഗ്രോത്തിനെയും കൂടെ ടാർജറ്റ് ചെയ്യണം എന്ന നിയമം പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ RBI തമ്മിലുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതുകൊണ്ട് നിർത്താം. ഒരു സെക്കൻഡ് ക്ലോസ് ചെയ്തോട്ടെ. അടുത്തത് നമുക്ക് ലിക്വിഡിറ്റിയെക്കുറിച്ചാണ്. ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിലബസില്ലാത്ത ലിക്വിഡിറ്റി ഫ്രെയിംവർക്ക് എടുക്കാനുണ്ട്. അതിൻ്റെ പാട്ടിൽ നമുക്ക് നോക്കാം കേട്ടോ. കോൾ മണി മാർക്കറ്റ് അത് നമുക്ക് നോക്കണ്ട. എന്താണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കേണ്ടി വരും. ബിഗ് ചേഞ്ചസ് ഹാപ്പനിങ് ടു ദി RBI's ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എക്സൈസ്, ലിക്വിഡിറ്റി സപ്പോർട്ട് ഫിനാൻസ് സിസ്റ്റം, LIF ആൻഡ് അതർ ഇൻ്റർവെൻഷൻസ്. 10ാമത്തെ അല്ലേ? ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡേ ക്ലോസ് ചെയ്തോട്ടെ.